വേണ്ട. അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ തോന്നി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാക്കാമെന്ന്. അങ്ങനെ വെളിയിലിറങ്ങിയപ്പോൾ 1-2 ചിരട്ട പീസ് കിട്ടി, പിന്നെ ഒരു കുപ്പിയുടെ അടപ്പും കിട്ടി. അപ്പോൾ ഇവനെ വെച്ച് ഞാനൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം ചിരട്ട നമ്മുടെ തുണി അലക്കുന്ന കല്ലിലിട്ട് അങ്ങോട്ട് ശരിക്കങ്ങ് ഉരച്ച് അവനങ്ങ് നല്ല സോഫ്റ്റ് ആക്കിയതിന് ശേഷം അതിൻ്റെ പുറത്ത് 2 ചിരട്ടേൻ്റെ പുറത്ത് ഇതുപോലെ വെള്ള കളർ കൊടുക്കുക. അപ്പം നല്ല വെള്ള കളർ കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു കാർഡ് ബോർഡ് എടുത്തിട്ട് അതിനെ സെയിം പീസായിട്ട് മുറിക്കുക. രണ്ടും സെയിം പീസായിരിക്കണം. അത് കഴിഞ്ഞ് അതിനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ആ രണ്ടും ഒരേ അളവുള്ളതായിരിക്കണം. റൗണ്ട് ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളി ഷേപ്പിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുക. ഓക്കെ. അങ്ങനെ റെഡിയാക്കി വെച്ച നമ്മുടെ കാർഡ് ബോർഡിൻ്റെ പുറത്ത് നല്ല വെള്ള കളർ കൊടുക്കുക. അപ്പോൾ രണ്ടിനും 2 ഷേപ്പിലും വെള്ള കളർ അങ്ങനെ അതായത് ഈ കാണുന്ന പോലെ അങ്ങ് അടിച്ച് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ള പെയിൻ്റ് അടിച്ച് വെച്ച ചിരട്ടയുണ്ടല്ലോ, ആ ചിരട്ടയിൽ ഒരു പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ 3 കണ്ണ് കാണുന്നില്ല, ചിരട്ടയുടെ 3 കണ്ണ്, അത് 3ഉം കൂടി അങ്ങ് യോജിപ്പിച്ചിട്ട് കറുത്ത കളർ കൊടുക്കുക. ഓക്കെ. കറുത്ത കളർ ഈ കാണുന്ന പോലെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കണ്ണിൻ്റെ ഷേപ്പിൽ വരയ്ക്കുക. ഇതാണ്ട് ഇതുപോലെ കണ്ണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരയ്ക്കുക. ഇപ്പം ഒരു മുഖ ഷേപ്പ് വന്നല്ലോ. അപ്പം മനസ്സിലായി കാണുമല്ലോ എന്താണ് സംഭവം. അതിനുശേഷം അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് നല്ല ചുമന്ന കളർ ഇങ്ങനെ കൊടുക്കുക, അതായത് ചുണ്ടിൻ്റെ ഒരു കളറ്. എന്നിട്ട് രണ്ടാമത്തെ ചിരട്ടയുണ്ടല്ലോ, രണ്ടാമത് വെച്ചിരിക്കുന്ന ചിരട്ടയുടെ താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ബോക്സ് പോലെ 2 ഇടത്ത് ഇങ്ങനെ കറുത്ത കളർ ഇതുപോലെ അങ്ങ് കൊടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കുപ്പിയുടെ അടപ്പുണ്ടല്ലോ, അതിൽ ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കുക. ഓക്കെ. നേരത്തെ കട്ട് ചെയ്ത് വൈറ്റ് കളർ അടിച്ച് വെച്ച കാർഡ് ബോർഡിൽ ഇതുപോലെ ഫെവിക്വിക്ക് ഇച്ചിരി തേച്ചതിന് ശേഷം ആ ചിരട്ട ആദ്യം റെഡിയാക്കി വെച്ച ചിരട്ടയുടെ ഒരു വശത്ത് ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ കാർഡ് ബോർഡും അതും ഇതുപോലെ ഫെവിക്വിക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മറ്റേ വശത്ത് ഒട്ടിക്കുക. അപ്പോൾ അതിൻ്റെ ചെവിയുടെ ഒരു ഷേപ്പ് വന്നില്ലേ, ഇപ്പോൾ നമുക്കൊരു ചെവി പോലെ കണ്ടില്ലേ. എന്നിട്ട് ആ പ്ലാസ്റ്റിക് അടപ്പ് അതിനകത്ത് ഫെവിക്വിക്ക് ഒഴിച്ച് ആ രണ്ടാമത്തെ ചിരട്ടയുടെ മുകളിൽ ഫിക്സ് ചെയ്യുക. ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ താഴെ കുറച്ച് കൂടി ഫെവിക്വിക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പം 2 ചിരട്ടയും റെഡിയായി. എന്നിട്ട് ഒരു ചിരട്ടയുടെ ആ ഒരു ഒട്ടിക്കേണ്ട വശം ഇതുപോലെ അങ്ങ് ചുരണ്ടി നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഇച്ചിരി ഫെവിക്വിക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിക്ക് തന്നെ ഒഴിക്കണം. അതിനുശേഷം അത് നമ്മുടെ പ്ലാസ്റ്റിക് മറ്റേ അടപ്പുണ്ടല്ലോ അതിനേക്ക് ഒട്ടിക്കുക. ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. അതേ കണ്ടില്ലേ, സംഭവം റെഡിയായില്ലേ. നല്ലൊരു പപ്പിക്കുട്ടി. വെറും 2 ചിരട്ട വെച്ചാണ് നമ്മൾ ഈ പപ്പിക്കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് പപ്പിക്കുട്ടി? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ വെറുതെ കിട്ടുന്ന ചിരട്ട വെച്ച് ഇതുപോലെ ചില ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ഷോക്കേസിലോ ഇത് എവിടെയെങ്കിലും വെക്കാം. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.